അസ്സലാമലൈക്കും. അപ്പം ഇന്ന് സ്കൂളില്ലാത്തൊരു ദിവസമാണല്ലേ, അതുകൊണ്ട് തന്നെ ഇതാ മക്കൾ രാവിലെ തന്നെ സിറ്റൗട്ടിൽ എമ്മയും കുട്ടിയും കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് 2 ദിവസമൊക്കെ ആയിട്ട് രാവിലേക്ക് നല്ലൊരു മഴക്കോളും പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മുടെ ഫൈസിക്കുട്ടിക്ക് മദർസിൽ എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആളെ മദർസക്ക് പരീക്ഷയ്ക്കൊക്കെ വിട്ട ശേഷം ഞാൻ പിന്നെയും കടന്നറിയാതെ ഉറങ്ങിപ്പോയിട്ടോ. അങ്ങനെ ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ പോക്കാണ്. പിന്നെ എഴുന്നേക്കാനേ തോന്നൂല. എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഭയങ്കര തലവേദനയായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു മൂടൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ഉഷാറാവാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നൊരു കുഞ്ഞ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. ആദ്യം തൊട്ട് 2 തക്കാളി ഉണ്ടായിരുന്നു കേട്ടോ. അതിലാണെങ്കിൽ ഒന്ന് തന്നെ താഴെ വീണ് പോയിട്ടുണ്ടായിരുന്നു. നിറച്ച് ഓട്ടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനത് വെറുതെ കൈകൊണ്ടൊന്ന് പിടിച്ചിങ്ങനെ ഞെക്കി നോക്കിയപ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിൽ നിറയെ പുഴുക്കളായിരുന്നു കേട്ടോ. എന്തോ ജീവി വന്ന് കുത്തിയതാന്ന് തോന്നുന്നുണ്ട്. എന്താണേലും ഒരു കായ് പോയി. അപ്പോൾ പകരം നമുക്കൊരു തൈ അങ്ങോട്ട് നടാം. നമ്മൾ കുറേ ദിവസം മുന്നേ ചുമൻ്റെ സൈഡിൽ തന്നെ ഒരു തക്കാളി തൈ ഉണ്ടായിന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതാണെങ്കിൽ അവിടെ കിടന്നിട്ട് ഇങ്ങനെ കുട്ടികളൊക്കെ നടക്കുമ്പോഴൊക്കെ ചവിട്ടിയിട്ട് ആകെ ഇങ്ങനെ വീഴണോ വീഴണ്ടേന്നുള്ള അവസ്ഥയിലായിരുന്നു. അപ്പൊ അവനെ വേറൊരു ചെടിച്ചട്ടിയിലേക്ക് മാറ്റി നട്ടു കേട്ടോ. പിന്നെ കുറെ നാളായി വിചാരിക്കുന്ന കാര്യമാണ് ഇവിടുത്തെ പോട്ട്സ് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഒന്നും കൂടി റീ അറേഞ്ച് ചെയ്ത് വെക്കണം എന്ന് കേട്ടോ. അപ്പോൾ അതാ ഇവിടെ ഈ ഒരു ചുമരിനോട് ചേർന്ന് നമ്മൾ കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ചെടികളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു. പക്ഷെ ഞാൻ ഫസ്റ്റ് വെച്ച സമയത്ത് ആ ഒരു മെറ്റലിന്റെ മേലെ കൂടെ തന്നെയാണ് ചെടിച്ചട്ടികളൊക്കെ വെച്ചത് കേട്ടോ. അപ്പോൾ ഒന്നും നന്നായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഒരു ചുമരിനോട് ചേർന്നിട്ടുള്ള കുറച്ച് മെറ്റലൊക്കെ മാറ്റി നമ്മൾ ചെട്ടികളൊക്കെ അവിടെ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചു കേട്ടോ. പിന്നെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് നട്ടതും പിന്നെ നട്ട ശേഷം ഒരു മൈൻഡ് പോലും ചെയ്യാത്തൊരു സംഭവമാണ് കേട്ടോ അതാ ഈ ഒരു അലോവേര. പണ്ടൊക്കെ ഏതെങ്കിലും വീട്ടിൽ ഈ ഒരു അലോവേര കാണുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ഇത് ഒന്ന് ചോദിക്കാനും വാങ്ങാൻ. അങ്ങനെ നമ്മൾ ഒരു വട്ടം വയനാട് പോയപ്പോൾ താത്താന്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ ഒരു കുഞ്ഞ് തൈ കൊണ്ടുവന്നത്. ആ തൈയിൽ നിന്നാണ് ഇതേപോലെ 3 പോട്ട്സ് നിറയെ കറ്റാർവാഴ ഉണ്ടായത് കേട്ടോ. ഇഷ്ടം പോലെ തൈകളുണ്ട്. കുറെ പേർക്ക് ഞാൻ നടാനൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ കൊടുത്തവർക്കൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇതിന് ഞാൻ പ്രത്യേകിച്ച് കെയർ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. പക്ഷെ എന്തായാലും സംഭവം നല്ല അടിപൊളിയായിട്ട് ഉണ്ടാവുന്നുണ്ട്. പിന്നെ കറിവേപ്പിന്റെ അവസ്ഥ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ഒരേപോലെയാണ്. അപ്പൊ അവനെ മുട്ട അടിച്ചൊന്ന് വെട്ടി കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഉണ്ടാവും ചിലപ്പോൾ പോകും. ഏതെങ്കിലും ഒന്ന് കുറച്ച് മുളകൊക്കെ പറിച്ചു. അങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്ത സ്ഥലം ഞാൻ കാണിച്ചു തരാം. ദാ എങ്ങനെയുണ്ട്. നേരം വെയിൽ കൊണ്ട് കഷ്ടപ്പെട്ടാലും ലാസ്റ്റ് ഇതേപോലെ ക്ലീൻ ആയിട്ട് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ മൈൻഡ് മൂഡ് ഔട്ടൊക്കെ മാറി ഉഷാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഓക്കെ ബൈ.